ഹായ് മക്കളെ, ഇവിടെ 10ാം ക്ലാസ്സിലെ പബ്ലിക് എക്സാമിന് കമ്പാരിസൺ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ് സ്കോളാറ്റിസിസവും ഹ്യൂമാനിസവും, മാനവികതയും. ഇത് രണ്ടും എൻ്റെ മക്കൾ എന്ത് ചെയ്യണം? കറക്റ്റ് ആയിട്ട് പഠിക്കണം. എന്താ സ്കോളാറ്റിസിസവും ഹ്യൂമാനിസം അല്ലെങ്കിൽ മാനവികതയും തമ്മിലുള്ള വ്യത്യാസം? സ്കോളാറ്റിസിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മതഗ്രന്ഥമാണ്. അതായത് ഇപ്പോൾ ഇസ്ലാം മതത്തിൽ ഖുർആൻ, അതേപോലെ ഹിന്ദു മതത്തിൽ മറ്റുള്ള ഗ്രന്ഥങ്ങൾ, ക്രിസ്തു മതത്തിൽ ബൈബിൾ എന്നൊക്കെ പറയുന്ന പോലെ ക്രിസ്തു മതത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ് എന്ത്? സ്കോളാറ്റിസിസം. ഏത് മതഗ്രന്ഥം എന്തിനാ പ്രാധാന്യം കൊടുക്കുക? ദൈവത്തിന് പ്രാധാന്യം കൊടുക്കും. അതേപോലെ തന്നെ ആഫ്റ്റർ ലൈഫ്, പരലോക ജീവിതം, മരണാനന്തര ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കുക. കണ്ടോ, ഇറ്റ് പ്രയോറിറ്റൈസ്ഡ് ദ ഡിവൈൻ, ദൈവത്തിന് പ്രാധാന്യം കൊടുത്തു. ആൻഡ് ആഫ്റ്റർ ലൈഫ് അല്ലേ, മരണാനന്തര ജീവിതത്തിന്, പരലോക ജീവിതത്തിനാണ് എന്ത് കൊടുത്തത്? പ്രാധാന്യം കൊടുത്തത്. ഇനി ഇങ്ങോട്ട് നോക്കി, ഹ്യൂമാനിസം. ഹ്യൂമാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനവികത. ആർക്കൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുക? മനുഷ്യനാണ് പ്രാധാന്യം കൊടുക്കുക അല്ലേ. പരലോകത്തിനാണോ അതോ വേൾഡ്ലി ലൈഫ്, നമ്മൾ ഈ നാട്ടിലുള്ള ഇഹലോക ജീവിതത്തിനാണോ പ്രാധാന്യം കൊടുക്കുക? വേൾഡ്ലി ലൈഫിനാവും പ്രാധാന്യം കൊടുക്കുക. നോക്കി, എംബസൈസിസ് ഓൺ ഹ്യൂമൻ എക്സ്പീരിയൻസ്, മനുഷ്യന്റെ അനുഭവങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തു. വേൾഡ്ലി ലൈഫ് ആൻഡ് റാഷണൽ ഇൻക്വയറി അല്ലെ, യുക്തിപരമായ അന്വേഷണത്തിനും ലൗകിക ജീവിതം, ഈ നാട്ടിലെ ജീവിതത്തിനും എന്ത് കൊടുത്തു? പ്രാധാന്യം കൊടുത്തു. അപ്പൊ ഒന്ന് പരലോകമാണെങ്കിൽ ഒന്ന് ഈ ലോകം, ഇഹലോകേക്കാരം. ഒന്ന് ദൈവത്തിനാവുമ്പോൾ ഒന്ന് മനുഷ്യനേക്കാരം. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽ ഡിസ്കഷൻ വേണോ? ഇന്ന് രാത്രി കൃത്യം ലൈവിൽ എത്തിക്കോ. സാർ എന്ത് ചെയ്തുതരാം? അടിപൊളിയായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരാം കേട്ടോ.